ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വട്ടയപ്പം റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് വട്ടയപ്പം വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തു. അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു 2 കപ്പ് അരിപ്പൊടി, അതായത് ഇടിയപ്പത്തിന്റെയും പത്തിരിയുടെയും പൊടി ഉണ്ടല്ലോ, നല്ല വറുത്ത പൊടി, അതാണ് എടുക്കാനുള്ളത്. ഇപ്പൊ 2 കപ്പ് എടുക്കുന്നുണ്ട്. 2 കപ്പ് മാവ് എടുക്കുന്നുണ്ട്. 250 ml മെഷറിംഗ് കപ്പാണ്. ഇതിലേക്ക് ഞാൻ ആ മാവ് എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെള്ളാവലാണ്. വെള്ളാവല് തന്നെ വട്ടയപ്പത്തിന് എടുക്കണം. മട്ടയവലാണെങ്കിൽ വട്ടയപ്പത്തിന്റെ കളറ് മാറും. വെള്ളയവല് തന്നെ എടുക്കണം. ഇനി വെള്ളയവല് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളച്ചോറ്, വൈറ്റ് റൈസ്, അത് തന്നെ കുറച്ചിട്ടാലും മതി. എന്തായാലും വെള്ള ചോറോ വെള്ള അവലോ തന്നെ ഇതിന് എടുക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ ഞാൻ ഇതിപ്പോ ഒരു 1/2 കപ്പ് വെള്ളയവല് ഒരു അരമണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ്. അതും കൂടെ ഇതിലേക്കിട്ട് അരച്ചെടുക്കണം. ഇതിൽ കൂടെ വെള്ളയവലും കൂടെ ഇട്ട് കൊടുക്കണം. ഇതിലോട്ടിനി ഞാൻ 1 ടീസ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. മറ്റേ ബോൾ ഈസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു സ്പൂൺ എടുത്താൽ മതി. അപ്പൊ ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇതില് ഞാനിപ്പോ ആ മെഷറിംഗ് കപ്പ്, ആ അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ്, അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ്. ഇതിപ്പോ ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് ഇറച്ചിയൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മൾ മധുരം കുറയ്ക്കണം വട്ടയപ്പത്തിന്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 സ്പൂൺ വരെ മധുരം ചേർക്കാം. എരിവുള്ള കറിക്ക് മധുരം അത്രയ്ക്ക് വട്ടയപ്പത്തിന് വേണ്ട. ഇതിലോട്ട് ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാൻ കുറച്ച് അരച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ 2 ഏലക്കയും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പൊ ഇതിപ്പം നമ്മള് ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്ററി ഇരിക്കാനുള്ളത്. അപ്പം ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തു. ഇനി ഇതിലോട്ട് ഞാൻ ഈ മാവ് എടുത്തതിൽ തന്നെ ആ കപ്പിൽ തന്നെ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല്, അതും കൂടെ ഒഴിച്ചെടുക്കണം. തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കൈവച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഞാനിതിപ്പോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് നല്ല ഫെർമെന്റ് ആയി ഇരിക്കും. ആ സമയത്ത് ചിലപ്പം കട്ടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാന് ഈ ഒരു ഇങ്ങനെ ഇപ്പൊ കറക്റ്റ് ഒരു ദോശമാവിന്റെ പരുവമാണ് കേട്ടാ, ഒരുപാട് കട്ടി പാടില്ല. ഇതിനി നമുക്ക് രാത്രി അടച്ചു വെച്ചിരിക്കാം. ഇപ്പൊ നാളെ രാവിലെ നമുക്ക് നോക്കാം. ഇതൊരു മാക്സിമം ഒരു 5 മണിക്കൂർ ഇരിക്കണം, എന്നാലേ ഇത് ഫെർമെന്റായി വരത്തുള്ളൂ. ഇപ്പൊ രാവിലെയായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങിയത് അടപ്പിലൊക്കെ നന്നായിട്ട് പൊങ്ങി നിൽക്കുകയായിരുന്നു കേട്ടാ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ഇളക്കുന്ന നേരത്ത് കുറെ അങ്ങ് താഴ്ന്നങ്ങ് പോകും. എന്താ അത് ആ ഫെർമെന്റായി ബബിള് വന്ന് അങ്ങനെ നിന്നാണ് കണ്ടത്. ഇപ്പം മാവ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വട്ടയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പൊ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തായിരുന്നു. ഇതിലോട്ട് ഞാനൊരു കുറച്ച് ഭാഗം, ഒരുപാട് കട്ടിക്കും വേണ്ട എന്നാൽ കട്ടി കുറയാനും പാടില്ല വട്ടയപ്പം. ഞാൻ കുറച്ചൊരു 1/2 ഭാഗം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇത് നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ. ഞാൻ ഇഡലി പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിപ്പം ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ച് കഴിയുമ്പോഴേ അടപ്പ് തുറന്നിട്ട് ഒരു ചെറിയ ഇതേപോലെ ഒന്ന് പതിപ്പിച്ചു കൊടുത്താൽ മതി. പിന്നീട് അങ്ങ് അടച്ചു വെച്ചിട്ട് ബാക്കിയും കൂടെ അങ്ങ് വേവിച്ചെടുത്താൽ മതി.
കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതിന് ഞാൻ കാടമുട്ട റോസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കണം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ആവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.